കഴിഞ്ഞ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് പുതിയ ലെയർ ആഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയെന്ന് നോക്കാം. ഞാൻ സ്മാർട്ടിൻ്റെ ലെയർ മെട്രിക്സിൻ്റെ ഒരു പേജും കൂടി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ യൂണിറ്റ് എഫ് എൽ ഫ്ലോർ 2-ൽ 4ഉം 5ഉം ആണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ 3 വരെ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് 4ഉം 5ഉം ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതുകൂടെ ഏത് ലെയർ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, ഈ ലെയർ മാത്രമല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് മാത്രം കാണിക്കാം. ഈ ഫ്ലോർ 2-ലെ ഏതെങ്കിലും 2 ലെയർ നമ്മൾ കോപ്പി ചെയ്ത് വെക്കാം. ഞാൻ 2ഉം 3ഉം തൽക്കാലം കോപ്പി ചെയ്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ശേഷം ഇത് കൂടാതെയുള്ള ബാക്കി എല്ലാ ഒബ്ജക്ട്സും ഡിലീറ്റ് ചെയ്യാം. ഇപ്പം ബാക്കി എല്ലാ ഒബ്ജക്റ്റും പോയി. ഇനി ഇതൊന്ന് പർജ് ചെയ്യാം. ഇപ്പം ബാക്കി എല്ലാ ലെയറും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. നമ്മൾ ഈ 2 ലെയറുകൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഇനി ലെയർ എടുത്ത ശേഷം ഇതിൽ ഈ ലെയറിൻ്റെ നെയിമിൽ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, റീനെയിം കൊടുക്കുക. ഇത് ബ്ലോക്ക് 1 ഫ്ലോർ 2 യൂണിറ്റ് എഫ് എ 2 എന്നുള്ളത് മാറ്റിയിട്ട് 4 ആക്കി കൊടുക്കാം. അതുപോലെ ഇത് 3 ഉള്ളത് മാറ്റിയിട്ട് 5 ആക്കി കൊടുക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഈ ലെയറിൻ്റെ പേര് മാറിയിട്ടുണ്ടാവും. ഇത് യൂണിറ്റ് എഫ് എ 4 ആയിട്ടുണ്ട്, ഇത് യൂണിറ്റ് എഫ് എ 5 ആയിട്ടുണ്ട്. ഇനി ഈ ലെയർ മാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.